ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും. ഇന്നലെ തന്നെ 6 സാക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യം ഒന്ന്, അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമുണ്ട്. കുഞ്ഞും അമ്മയും പ്രഗ്നൻ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ 5-6 മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പന് ക്യാൻസറായിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ 5-ാം ഉടമ്പടിക്കാരത്തിൽ പോണത്. 5-ാം ഉടമ്പടിയാണ്. സാക്ഷികളെല്ലാം പറഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞിട്ട് 6-ാമത്തെ ഉടമ്പടിയിലൂടെ കുതിക്കുമ്പോഴാണ് അപ്പന് 4th സ്റ്റേജ് ക്യാൻസർ വരണത്. പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഉടനെ ഈ ഉടമ്പടി കാശിന് തിരുമിക്കൊണ്ട് പറയും 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിലാണ്. അതാണ് വളരണത്. ജീവിതം കൊണ്ട് വളരെ, വിശ്വാസം കൊണ്ട് വളരുകയാണ്. ഒരു സംഭവം നമ്മളൊക്കെ പെടസയിൽ താഴെ വീഴോടെ ഡോക്ടർ പറയുമ്പോൾ, ഡോക്ടറല്ലേ പറയണത്. എന്നിട്ട് ഈ കാശിനും തിരുമ്മിട്ട് പറയും ഇത് കണ്ട 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. അതോടുകൂടി ഇവളുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പനെ RCC കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കണത്? ദൈവം, ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല. ജീവിതം നമുക്ക് യേശുക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലുമല്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.